പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 1-2 വാക്യങ്ങൾ. നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്ക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് ആഹാബിന് തന്നെത്താൻ കാണിപ്പാൻ പോയി. ആഹാബ് രാജാവിനെ ഭയപ്പെട്ട് ഒളിച്ച് കെരീത് തോട്ടിനരികെ ഇരിക്കുന്ന ഏലിയാവിനെ നമുക്ക് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. 18-ാം അധ്യായത്തിൽ നീ ഇനി ഒളിച്ചിരിക്കേണ്ട, നിന്നെ തന്നെ കാണിക്ക എന്ന് പറഞ്ഞ് ഏലിയാവിനെ പുറത്തിറക്കുന്ന ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിശയും മനസ്സിലാക്കി നമ്മെ വഴി നടത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം ആഹാബിന്റെ മുമ്പിൽ ഏലിയാവിനെ തന്നെത്താൻ വെളിപ്പെടുത്തുവാൻ സഹായിച്ചുവെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആരുടെയെങ്കിലും മുമ്പിൽ ചെന്നെത്തുവാൻ സാധിക്കാതെ മനസ്സ് കലങ്ങി വിഷമത്തോടെ ഇരിക്കുന്നുവെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾ ചെല്ലുക. ദൈവം നിങ്ങൾക്ക് മുമ്പായി നടന്ന് ഹല്ലേലൂയ ആ വ്യക്തിയോട് സംസാരിക്കും. അവിടെ വിടുതൽ നടക്കും. നാളിതുവരെ വിഷമത്തിലിരുന്ന വിഷയത്തിന്മേൽ അത്ഭുതം കാണുവാനിടയായിത്തീരും. ഇവിടെ ഏലിയാവിനെ 18-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹല്ലേലൂയ രാജാവിൻ്റെ അധികാരങ്ങളുടെയും ബാലിൻ്റെ പ്രവാചകന്മാരുടെയും അശേര പ്രവാചകന്മാരുടെ മുമ്പാകെയും സർവ്വജനത്തിൻ്റെ മുമ്പാകെയും എല്ലാവരെയും കാണുക നിർത്തുന്നതായിട്ടാണ്. ഹല്ലേലൂയ. അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട് ആരിത് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിച്ചു. അതിനവൻ പറഞ്ഞത്, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവും അത്രേ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകളെ ഉപേക്ഷിക്കുകയും നീ ബാൽ വിഗ്രഹങ്ങളെ ചെന്ന് സേവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ. എന്നാൽ ഇപ്പോൾ ആളയച്ച് എല്ലാ ഇസ്രായേലിനെയും ബാലിൻ്റെ 450 പ്രവാചകന്മാരെയും ഇസബേലിൻ്റെ മേശയെങ്കിൽ ഭക്ഷിച്ചു വരുന്ന 400 അശേര പ്രവാചകന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ എൻ്റെ അടുക്കൽ കൂട്ടി വരുത്തുക. ഹല്ലേലൂയ. അങ്ങനെ ആഹാബ് എല്ലാ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ആളയച്ച് കർമ്മേൽ പർവ്വതത്തിൽ ആ പ്രവാചകന്മാരെ കൂട്ടിവരുത്തി. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവ്വജനത്തോടും നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പീൻ, ബാൽ എങ്കിലോ അവനെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തിരഞ്ഞെടുത്ത് ഖണ്ഡമാക്കി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. പ്രീതിമക്കൾ, അതിൻ്റെ താഴോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അധികാരങ്ങളുടെയും ബാലിൻ്റെ പ്രവാചകന്മാരുടെയും അശേര പ്രവാചകന്മാരുടെ മുമ്പാകെ സർവ്വജനത്തിൻ്റെ മുമ്പാകെ എല്ലാവരെയും കാണുക നിർത്തുന്നതായ ഏലിയാവിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ ആരെങ്കിലും ഒളിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ നമ്മെ മുമ്പോട്ട് കൊണ്ടുവരുവാൻ സർവശക്തൻ കൂടെയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കുവാൻ ദൈവം കൂടെയുണ്ട്. പ്രിയമക്കളെ, നാം ഇനി ഒളിഞ്ഞിരിക്കേണ്ടവരല്ല. ഹല്ലേലൂയ. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ മിദ്യാന്യരെ പേടിച്ച് മുന്തിരിച്ചക്കിനരികെ ഒളിച്ചിരുന്ന് കോതമ്പും മെതിക്കുന്ന ഒരു ഗിദെയോനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യഹോവയുടെ ദൂതൻ അവിടെ ചെന്ന്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. നാം എവിടെ ഒളിച്ചിരുന്നാലും എവിടെയും ഊടാടി സഞ്ചരിക്കുന്ന കണ്ണുകൾ നമ്മെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ന്യായാധിപന്മാർ 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വാക്യങ്ങൾ കേട്ടിട്ടും ഗിദെയോനെ വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. 15-ാം വാക്യത്തിൽ ഗിദെയോൻ പറയുകയാണ്, അയ്യോ
കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനുഷ്യയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയമക്കളെ, നാമും ഇതേപോലെ തന്നെയാണ്. ഗിദെയോനെ പോലെ ദൈവം പറഞ്ഞാലും അതിൽ അല്പസ്വല്പം നമ്മുടെ കുറവുകൾ നമ്മൾ പറയും. എനിക്ക് കഴിയുമോ? ഞാൻ ഇങ്ങനെയൊക്കെയല്ലേ, എൻ്റെ കുടുംബം ഇങ്ങനെയൊക്കെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ഓരോ പ്രവൃത്തിയും, നമ്മുടെ നിലവുകൾ ഓരോന്നും നന്മ കാണുന്ന അപ്പച്ചൻ, ഹല്ലേലൂയ, നമ്മേക്കാൾ അധികമായിട്ട് മനസ്സിലാക്കുന്ന നമ്മുടെ ദൈവമാണ്. പ്രിയ മക്കളെ, നാം ഹല്ലേലൂയ ദൈവത്തോടാണ് നമ്മുടെ കുറവുകൾ ഓരോന്നും പറയുന്നത്. നമ്മെ കൊണ്ടൊരു കാര്യം സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരുന്നത്. പ്രിയ മക്കളെ, ഗിദെയോനോട് ദൈവം പറയുന്നത് നോക്കൂ. 6:16 പറഞ്ഞുകൊണ്ട്, ഞാൻ നിന്നോട് കൂടെയിരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. നോക്കൂ, ഇത്രയും പറഞ്ഞിട്ടും വിശ്വസിക്കാൻ കഴിയാതെ ഗിദെയോൻ വീണ്ടും അടയാളം ചോദിക്കുകയാണ്. പ്രിയമക്കൾ, ഇതുപോലെ തന്നെയല്ലേ നാമും? ഇന്ന് ദൈവിക വാഗ്ദത്തങ്ങൾ വിശ്വസിക്കുവാൻ സ്വല്പം പ്രയാസമാണ്. ഹല്ലേലൂയ. ഒരു ദൈവിക പൈതലിനെ ഒളിഞ്ഞിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഗിദെയോനോട് പറയാണ്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ഒരു ഒറ്റ മനുഷ്യനെ പോലെ ഹല്ലേലൂയ മിദ്യാന്യരെ തോൽപ്പിക്കും. ഹല്ലേലൂയ. പ്രിയമക്കളെ, നമ്മോട് കൂടെ ഇരിക്കുന്ന അപ്പച്ചൻ, നാം ഒന്ന് ഇറങ്ങിച്ചെല്ലണം, ദൈവിക സത്യങ്ങൾ ഘോഷിക്കണം, വിടുതലിന്റെ സാക്ഷ്യങ്ങൾ പറയണം. പലവിധമായ പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടതായി വന്നേക്കാം. ഹല്ലേലൂയ. എന്നും മരുഭൂമിയുടെ അവസ്ഥയല്ല പ്രിയ മക്കളെ, ഏകാന്തതയുടെ അവസ്ഥയിൽ കൂടി നമ്മളെ കടത്തി വിടുകയില്ല, പരാധീനതകളുടെ അവസ്ഥയിൽ കൂടി കടത്തി വിടുകയില്ല, രോഗങ്ങളുടെ അവസ്ഥയിൽ കൂടി നമ്മെ കടത്തി വിടുകയില്ല. ഇതിൽ നിന്നെല്ലാം നമ്മെ യഹോവയായ ദൈവം വിടുവിച്ച് നമ്മെ മാന്യതരാക്കി തീർക്കും. ഹല്ലേലൂയ. ഏലിയാവിനെ പോലെ ചൂരച്ചെടിയുടെ കീഴിൽ ഒളിച്ചിരിക്കുകയല്ല വേണ്ടത്, പുറത്തിറങ്ങണം. ഹല്ലേലൂയ. ദൈവം നമ്മെ കുറിച്ച് പല അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ പദ്ധതികൾ നമുക്കായിട്ട് ഒരുക്കി തരും. ഹല്ലേലൂയ. നാം നമ്മെ തന്നെ ദൈവം മുമ്പാകെ സമർപ്പിക്കണം. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന അപ്പച്ചൻ. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനത്തിൽ 5:6-7 വാക്യങ്ങളിൽ, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീട് താണിരിപ്പീൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. പ്രിയ മക്കളെ, ഇന്ന് പലവിധമായ ചിന്താകുലങ്ങൾ വിട്ട് ഹല്ലേലൂയ എങ്ങനെ മുന്നോട്ട് പോകുന്ന ഭാരത്തോടിരിക്കുന്ന ജീവിതമേ, നിങ്ങൾ കർത്താവിന്റെ സന്നിധി വെക്ക്. ഗിദെയോനോട് കൂടെ ഇരുന്ന ദൈവം, ഏലിയാവിനോട് കൂടെ ഇരുന്ന ദൈവം നമ്മോടും കൂടെയുണ്ട്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ നന്നായിട്ട് അറിയുന്ന കർത്താവ് ഹല്ലേലൂയ നമുക്ക് വേണ്ടി വലിയ വഴികൾ ഓരോന്നും ഒരുക്കി തരും. നാം നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ മതി. ദൈവം മുമ്പാകെ നമ്മെ സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആഗാബിനെ പേടിച്ച് ഹല്ലേലൂയ പേടിച്ച് ഒളിച്ചിരുന്ന ഏലിയാവിനോട് കൂടെ ഇരുന്ന അപ്പച്ചൻ ഇന്നും ഞങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഭാരത്തോടെ പ്രയാസത്തോടെ ഏത് വിഷയത്തിൽ ഓരോ മക്കളും ആയിരിക്കുന്നു, അതിന്മേലെല്ലാം ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവം അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. കർത്താവപ്പച്ച ഓരോ മക്കളെ സഹായിക്കണമേ. ഉള്ളതുപോലെ അറിയുന്ന കർത്താവപ്പച്ച, നിന്റെ മക്കളുടെ വിഷയത്തിന്മേൽ ദൈവം അത്ഭുതം ചെയ്യണം. ഹല്ലേലൂയ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവപ്പച്ച അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ വിധത്തിലുള്ള മാനവും മഹത്വവും കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. പിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.